നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു അറിയിപ്പ് നിങ്ങൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതാൻ സാധിക്കാത്ത കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ചാൻസ് കിട്ടുമോ എന്ന്. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ചാൻസ് പി എസ് സി ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. 11/5/25 നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ ചുവടെ പറയുന്ന കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികളിൽ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന ജില്ല പി എസ് സി ഓഫീസിൽ, അതായത് തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലാണെങ്കിൽ അതാത് ജില്ലാ പി എസ് സി ഓഫീസിൽ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജായ 15/6/2024 നടക്കുന്ന 3ാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരം നൽകുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ ആസ്ഥാന ഓഫീസിലെ EF സെക്ഷനിൽ നൽകണം. തുളസി ഹിൽസില് തപാൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ ഒരിക്കലും സ്വീകരിക്കില്ല. 28/5/2024 മുതൽ, അതായത് നാളെ മുതൽ 6/6/2024 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. 6/6/2024 ശേഷം അപേക്ഷകൾ ഒരിക്കലും സ്വീകരിക്കില്ല. 28/5/2024 മുൻപ് നൽകിയിട്ടുള്ള അപേക്ഷകളും പരിഗണിക്കില്ല. അപ്പൊ നാളെ തൊട്ട് ജൂൺ 6 വരെ ആയിരിക്കും പരിഗണിക്കുന്നത്. അന്ന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എഴുതാൻ സാധിക്കാത്തവരുടെ അപേക്ഷകളാണ് എടുക്കുന്നതെന്ന് പറയാം. ഒന്ന്, പി എസ് സി പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാല സ്ഥാപനങ്ങൾ നടക്കുന്ന പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കിയാൽ സ്വീകരിക്കുക. അതായത് നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന പി എസ് സിയുടെ ഹോൾ ടിക്കറ്റും അതുപോലെ നിങ്ങളുടെ സർവകലാശാല അന്നത്തെ ദിവസം നടന്ന സർവകലാശാല പരീക്ഷയുടെ ഹോൾ ടിക്കറ്റും അത് ഹാജരാക്കണം. അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി ചികിത്സയിലുള്ളവർ, അസുഖബാധിതർ എന്നിവർ അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എന്നിവ ഹാജരാക്കണം. അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവർ അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഇത് എല്ലാം കൂടെ അപേക്ഷിച്ചാൽ സ്വീകരിക്കും. അതുപോലെ പ്രഗ്നൻസി സംബന്ധിച്ച കേസുകളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ഡെലിവറി പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികള്, പരീക്ഷാ ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര്, റെസ്റ്റ് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്നിവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസും അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കിയാൽ മാത്രമേ ഡേറ്റ് ചേഞ്ച് അനുവദിക്കത്തുള്ളൂ. പരീക്ഷാ ദിവസം സ്വന്തം വിവാഹം നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷ സ്വീകരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിക്കൽ സ്വീകരിക്കുന്നതാണ്. അപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃക, ഉദ്യോഗാർത്ഥികൾക്കുള്ള അറിയിപ്പ് എന്നിവ പി എസ് സി വെബ്സൈറ്റിലെ ഹോം പേജിൽ മസ്റ്റ് നോ എന്ന ലിങ്കിൽ പി എസ് സി എക്സാം അപ്ഡേറ്റ്സ് എന്ന പേജിൽ ലഭ്യമാണ്. ഇത്രയുമാണ് ഡീറ്റെയിൽസ്. അപ്പൊ ആരെങ്കിലും ഒക്കെ എഴുതാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ 3ാം ഘട്ടത്തിലേക്ക് ഉടനെ തന്നെ അപേക്ഷ നാളെ തൊട്ട് അപേക്ഷ കൊടുത്തു തുടങ്ങാം.